വീഡിയോ തുടക്കം എടുക്കാൻ പറ്റില്ല. ഞങ്ങളിപ്പോ എവിടെ വന്നേക്കെന്ന് വെച്ചാൽ ഞങ്ങൾ ഇട്ടേക്കുന്ന ജാക്കറ്റും വില കൂടിയ സാധനങ്ങളൊന്നും അല്ല. ചേട്ടയുടെ 100 രൂപയുടെ കായ് കൊണ്ടാണ് നടക്കുന്നോണ്ട് എടുത്തിട്ടാ അല്ലേ. ഞങ്ങളിപ്പോ ഇടുക്കിയിലുള്ള കാലറി മൗണ്ടിലാണ് വന്നേക്കണേ. അപ്പൊ ഇവിടെ അത്യാവശ്യം നല്ല മിസ്റ്റാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ കഴിഞ്ഞ വീഡിയോക്കകത്ത് മറ്റേ മഞ്ഞിട്ട് എല്ലാവരും എന്നെ കുറ്റം പറഞ്ഞ് കാണുന്ന മഞ്ഞല്ല മിസ്റ്റാന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കണ്ടോ. ഇതിപ്പോ വീഡിയോ കിട്ടണമെന്ന് എനിക്ക് അറിയാൻ പാടുള്ളത് കണ്ടോ. ഇതാണ് അവസ്ഥ. ഇതിൽ അത്ര ക്ലിയർ ആയിട്ട് കിട്ടില്ല. മഞ്ഞ എന്തൂരമാണ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ. ഞാൻ എൻ്റെ ബോർഡ് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ബോർഡ് ഉണ്ടെങ്കിൽ മനസ്സിലാവും നമ്മുടെ കാലറി മൗണ്ടിലെ ഇതെന്താണെന്ന്. കണ്ടോ ക്ലിയർ ആവുന്നില്ല ഗൈസ്. കണ്ടോ ഞാൻ ബാക്ക് ക്യാം കാണിച്ചു തരാം. കണ്ടോ ഇതാണ് ഇവിടുത്തെ ഒരു മിസ്റ്റിൻ്റെ അവസ്ഥ. ഇത് കണ്ടോ നേരിട്ട് വന്നു കഴിയുമ്പോൾ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ് കേട്ടോ. ഇവിടെ ഒരു വെള്ളാട്ട പോക്കർ ഒക്കെ നിൽക്കണുണ്ടോ. കൈമുണ്ടൊക്കെ എടുത്ത് ജാക്കറ്റ് അഡ്ജസ്റ്റ് ചെയ്തേക്കുന്നതാണ്. ഇത് ഡേ ടൈമിൽ ഞാൻ കാണിച്ചു. ഡേ ടൈമിൽ കാണാൻ ഒരു പ്രത്യേക രസമാണ് കേട്ടോ. മാംലേറ്റ് കൊടുത്തുകൊണ്ട് നല്ല രസമുണ്ട്. വീട്ടിൽ മാംലേറ്റ് വെക്കണം. തണുപ്പ് തുടങ്ങിയതുകൊണ്ട് അല്ല മഴ തുടങ്ങിയതുകൊണ്ട് നല്ല കോടയൊക്കെ ആയിട്ട് സെറ്റ് ആയിട്ട് നിൽക്കണം. കോടാമഞ്ഞിനോ ഹൈ. നാളെ ഞങ്ങളുടെ കോടമഞ്ഞ റീൽ സെറ്റ് ചെയ്ത് എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ കണ്ട് ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം. മണി അടിക്കുക. സ്വഭാവം ഇപ്പോഴും മാറിയിട്ടില്ല. സ്റ്റാൻഡേർഡ് ആയിട്ട് ഒരു ലോഡ് ചെളിയൊക്കെ തന്നെ എന്റെ മുഖത്തേക്ക് ഒന്നുള്ളു ഗായ്സ്. ഇതേണ്ട പ്രായയുടെ അവസ്ഥ ഉണ്ടോ. അതാണ് പ്രായയുടെ അവസ്ഥ ഗൈസ്. ഞങ്ങൾ എസ്കലേറ്റർ വീണ്ടും തിരിച്ചേറി. കാരണം ഞങ്ങളുടെ ഫുഡ് വന്നിട്ടുണ്ട് ഗൈസ്. ഇവളൊക്കെ വിശന്ന് ഭ്രാന്തായിട്ടിരിക്കുകയാണ്. നോക്കി ഞാൻ ഉൾപ്പെടെ വിശന്ന് വയ്യാണ്ടിരിക്കുകയാണ്. 3 തവണ എന്താ തോന്നല് തോന്നി. ഡോറ് വന്ന് മുട്ടിപ്പുള്ളി തുറന്നൊക്കെ നോക്കി. പക്ഷെ വന്നില്ല. എല്ലാം ഒരു എന്താണ് ഒരു തോന്നൽ. ടെലിപ്പതി വർക്കായി. ഫുഡ് വന്നു. ചേട്ടായി വിശന്നിട്ട് റൂമിൽ കിടക്കുവാണ്. ഇനിയിപ്പോ പുറത്തേക്ക് ഇറങ്ങാൻ വയ്യാന്ന്. അപ്പൊ പയ്യൻ ഫുഡ് കൊണ്ടുവരാന്ന് പറഞ്ഞേ. എന്തൊക്കെയാ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചേച്ചി ഒരുപാട് ഫുഡ് പറഞ്ഞിട്ടുണ്ട്. ചേച്ചിയല്ല ഇവനാണ് പറഞ്ഞത്. ഞാൻ ഓർത്തില്ല. പക്ഷെ അവൻ പറഞ്ഞോട് കിട്ടി. അല്ലെ ഇപ്പൊ കാണാവുന്ന റൂമ് കണ്ടോ. ചേട്ടനെ കാണിച്ചാൽ ചേട്ടാ ഇതേ വയ്യാനോടൊക്കെ ഒരു സൈഡിലാ. ചേട്ടാ ഇൻറ്റു യെസ് ചേട്ടാ ഇൻറ്റു. ചേട്ടയ്ക്ക് ചുമയാണ്. ഇവിടെ വന്നതോ എന്നിട്ട് ബാൽക്കണി കാണിലൊക്കെ എങ്ങനെ റൂം ടൂർ ആണോ. റൂം ടൂർ ടൂർ ഓപ്പറേറ്റർ 2 അഡ്ജസ്റ്റന്റ് റൂംസ് ആണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഒരെണ്ണം ഡോക്ടർ ഇലിയാസിന്റെ, ഒരെണ്ണം സൂപ്പർമാൻ ശ്രീയുടെ. ഇതൊരു ഹോളാണ്. അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള ഹോളാണ്. ഇവിടെ നമുക്ക് ചെറിയൊരു കിച്ചൺ ഒക്കെ ഉണ്ട്. ഇവിടെ ഒരാഴ്ചത്തേക്കൊക്കെ വരണമെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് ചൂടാക്കി കഴിക്കാൻ ഒരു ഫ്രിഡ്ജ് ഒക്കെ ഉണ്ട്. ഒരു മിനി ഫ്രിഡ്ജ്. ഫ്രിഡ്ജിന്റെ അകത്ത് പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മളിതിൽ വാങ്ങിച്ചേക്കണം. നമുക്ക് ഇവിടെ സ്റ്റോറൊക്കെ ചെയ്ത് സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അത്യാവശ്യം നല്ലൊരു കൗണ്ടർ ഒക്കെ ഇവിടെ മദ്യൊക്കെ വിളമ്പാം. പിന്നെ ഇതാണ് സൂപ്പർമാൻ്റെ റൂം. ശരിയാ. എന്റെ പ്രൊഫഷണൽ ബാഗ് ഉണ്ടോ. പുള്ളിയുടെ വിചാരം പുള്ളിയുടെ ജോലിക്ക് വന്നേക്കുന്നതാണ് കേട്ടോ. ഇവിടെ നല്ല ലോങ് വിൻഡോ ഒക്കെ ഉണ്ട്. രാത്രി അതൊന്നും കാണില്ല. നേരം വെളുക്കുമ്പോൾ സൂപ്പർമാൻ ഇതിന്റെ അടിപൊളി എല്ലാ വ്യൂവും കാണിച്ചിരുന്നതാണ്. നല്ലൊരു ബെഡ്. ബാത്റൂം വൃത്തിയാണ്. വേണ്ട നല്ല ബാത്റൂം. നീ പുറത്തെ വ്യൂ കാണിച്ചു തരാം. ലോക്ക് അത് പൊളിക്കും. ഇങ്ങനെയൊക്കെ നശിപ്പിച്ചു ഗൈസ്. രാത്രി ചെറിയ പ്രാണിയുണ്ട്. ഇവിടെ ഒരു വീടുണ്ട്, അവിടെ ഒരു വീടുണ്ട്. പക്ഷെ കാണാൻ പറ്റണല്ല അല്ലേ. ഒരു ശരിയാ. പ്രേതമുണ്ട്. അപ്പൊ 2 കപ്പിൾസ് ഒക്കെ ആയിട്ട് വരുന്നവരാണെങ്കിൽ സുഖമായിട്ട് 2 റൂമിലേക്കാം. ഇപ്പൊ എനിക്ക് കപ്പിളൊന്നും ഇല്ലാണ്ട് ഇവര് കപ്പിളായിട്ട് വന്നു. പിന്നെ നിങ്ങൾ അടി കൂടിയ വന്നെങ്കിൽ ഒരാൾക്ക് ഇവിടെ ഒരാൾക്ക് അവിടെ സുഖമായിട്ട്. ഫുഡാണോ? ആരെ വാലും മുട്ടി ഗൈസ്. അങ്ങനെ ഫുഡ് വന്നിരിക്കുകയാണ്. അവിടെ വച്ചാരെ ഫുഡ് നമ്മുടെ ഫുഡ് ബ്ലോഗർ ഡിനി എൽദോ വിളമ്പുന്നതാണ്.
അതല്ല ചേട്ടാ സെർവ് ചെയ്യൂ. ഈ ഡോറിന് ഡോറിന് മറ്റേ സാധനം നമ്മള് കസേര വെച്ച് അഡ്ജസ്റ്റ് ചെയ്തേക്കാണ്. മെക്കാനിക്ക് കേട്ടായി ഈ സാധനം വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത്. ഉടമസ്ഥരെ കാണുമ്പോൾ ശ്രദ്ധിക്കുക. ചേട്ടാ ഒന്ന് ഫുഡ് വിളമ്പോ. അവൻ ടിവിയിൽ അടിക്കുകയാണ്. വേണ്ടോ നല്ല ബാൽക്കണി. ഇത് കുറേ വലിയ ബാൽക്കണി കേട്ടോ. കണ്ടോ ഇവിടത്തെ മഞ്ഞാണ് കാണേണ്ടത്. കണ്ടോ മഞ്ഞ് പോയിട്ട് കോട കണ്ടോ. ഇവിടെ നമ്മൾ മറ്റേ പാട്ടേ കോട മഞ്ഞിൻ. ഓഹോ ഇന്നലെ കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് അടിക്കുക. ഞാൻ പാട്ട് പാടി കണ്ടോ. ഇത് ശരിക്കും നേരിട്ട് കാണാനുള്ള വ്യൂ ആണ് ഏറ്റവും അടിപൊളി. ഇപ്പൊ നമുക്ക് ഇങ്ങനെ കാണുമ്പോ വലിയ കാര്യമായിട്ട് മനസ്സിലാവില്ല. പക്ഷെ നമ്മൾ നേരിട്ടൊക്കെ കാണുമ്പോ ഭയങ്കര രസാ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഈ പ്രോപ്പർട്ടി. അത് പറയാണ്ടിരിക്കാൻ വയ്യ. ആരെങ്കിലും താഴെ പുകയ്ക്കണ പോലെയുള്ള. കപ്പിൾ ഗോൾസിനൊക്കെ പറ്റിയ സ്ഥലമാണ്. കപ്പിൾസിനെ റെക്കമെൻഡ് ചെയ്യുന്നു. സിംഗിൾ ആയിട്ടുള്ള വന്നു കഴിഞ്ഞാൽ ഇതൊരു ചുമ്മാ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ട് ഇറങ്ങാം. ഫുഡ് കഴിക്കാൻ ടൈം ഫുഡ് കഴിക്കാം. അതിന് ഫുഡ് വിളമ്പാൻ പോവാണ് ഗായ്സ്. ഫുഡ് വിളമ്പാൻ പോവാണ്. ഫുഡ് കണ്ടോ വേണ്ടാന്ന് ഞങ്ങൾ തന്നെ ഫസ്റ്റ് ആർത്തി പിടിച്ച് വെക്കുന്നുണ്ട്. ഫുള്ളോഗ്രാമായിട്ടൊരു കാര്യമൊന്നുമില്ല. ഇത് നല്ല ഈസ്തറ്റിക്കലി ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ക്ഷമയില്ല. വിശപ്പുള്ളത് കൊണ്ട് ക്ഷമയില്ലാത്തതുകൊണ്ട് ചേട്ടയുടെ പൊറോട്ട ഇത്ര വലിയ പാത്രമാണ് കഴിക്കാൻ. ടി വി കാണണ്ട. എന്താ ഉണ്ണിയേട്ടാ ഫസ്റ്റ്. വീഡിയോ അങ്ങനെ ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമ്മള് ഇൻഫ്ലുവൻസർ എന്താ വലിയ പ്ലാനിങ്ങിലാണ് കണ്ടന്റ് ഉണ്ടാക്കാനുള്ള അറിയണം കൂടിയില്ല വീഡിയോ എടുക്കുന്നത്. ഫുഡിന്റെ അവസ്ഥയ്ക്ക് ഇതാണ്. ചേച്ചി 2 വീഡിയോസ് അങ്ങോട്ട് നിർത്തുന്നുണ്ട്. ഇരിക്കുന്ന ഇരിപ്പോണ്ടത്. അപ്പൊ ഇനി നമുക്ക് തന്നെ ഒരു DJ കളിക്കാൻ പോവല്ലേ. ഇനി മേലെ DJ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഡിനി എൽദോയ്ക്ക് വേണ്ടിട്ട് സ്പെഷ്യൽ DJ പരിപാടി. എങ്ങനെയുണ്ട് ഞാൻ കാണിച്ചു തരാം. സൂപ്പറാ. പ്രൊഫഷണൽ ലുക്കൊക്കെ മാറി നമ്മുടെ കൈമുണ്ടിലേക്ക് പോയി. ഇത് ചേച്ചി തള്ളിട്ട് അതേ സെയിം ഉണ്ട് തന്നെ. അതെ നിങ്ങൾ ആരും സംശയിക്കണ്ട. അങ്ങനെ നമ്മൾ എന്ത് കാണാൻ പോവാണ്? നമ്മള് DJ കളിക്കാൻ പോവാ ഗൈസ്. ലൈറ്റ് ഫാന് എല്ലാം ഇരിക്കട്ടെ. കാശ് കൊടുത്തു വന്നു എല്ലാം ഇരിക്കട്ടെ. നല്ല തണുപ്പുണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ട്. ശിവൻ പറഞ്ഞ മൂന്നാറിൽ അത്ര തണുപ്പില്ല. മൂന്നാറിന് അത്ര തണുപ്പ് ഒരിക്കലും എന്നാലും പക്ഷെ ഇവിടുത്തെ ക്ലൈമറ്റ് അടിപൊളിയാണ് കേട്ടോ. മൂന്നാറില് വേറെ രസമുള്ള ക്ലൈമറ്റാ. മനസ്സിലാക്കാമോ ഗൈസ്? തൊട്ടിട്ടാണ് പറഞ്ഞേ. ഡീജനായിട്ട് പാട്ട് പ്ലേ ചെയ്യോ? നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന മഞ്ഞല്ല, ഞാൻ ഫോഗ് മെഷീൻ വെച്ച് അടിക്കുന്നതാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ട് റൂമിൽ നിന്നുള്ള വ്യൂ ഞാൻ കാണിച്ചു തരാം കേട്ടോ. എന്താ അവസ്ഥ എന്ന് നല്ല രസം ഞാൻ കാണിച്ചു തരാം. വേണ്ടോ ഇതാണ് റൂമിൽ നിന്ന് രാവിലെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴുള്ള വ്യൂ. ബിൽഡിംഗ് ഒക്കെ കണ്ടു തുടങ്ങി. അത് മെറ്റ് ഇനിയിപ്പോൾ ഇതൊന്നും കാണാൻ പാടില്ലാന്ന് മഞ്ഞായിട്ട്. അക്കണൊക്കെ രാവിലെ മഞ്ഞുണ്ട്. കണ്ണും തള്ളിയിരിക്കുകയാണ്. നാണയാണ്. അപ്പം അങ്ങനെയൊക്കെ കാണാനൊന്നും പറ്റില്ല. എന്താ അവസ്ഥ റൂമൊന്നും നോക്കണ്ട. ഞങ്ങൾ തിന്നിട്ട് വൃത്തിയിലേക്ക് ഇട്ടേക്കണേയാണ് ഗൈസ്. ഇത് വൃത്തിയാ. ഇതിന് വിഷയമൊന്നുമില്ല. അപ്പുറത്തെ റൂം കാണിക്കുന്നില്ല. എന്റെ റൂം വൃത്തിയാ. കണ്ടോ ഇന്നലെ എങ്ങനെ കിടന്നു ആ അവസ്ഥ തന്നെയായിരിക്കണം. ഒരാളെ കാണിച്ചിട്ടാണ് ഫുള്ള് മേക്കപ്പ് ഒരു സ്പ്രേഡ് അതിനകത്ത് കിട്ടുള്ളതുകൊണ്ട് അത് എന്റെ ഫോം പോലും കഴുകിയിട്ടില്ല ഗൈസ്. റൂം എന്തോ അടിച്ചു പോയി ഗൈസ്. വാടകയ്ക്ക് അതുകൊണ്ട ഞങ്ങള് മേലെ എന്റെ പേരിന
വാച്ച് ടവറിൽ പോകണം. കാണിച്ചാൽ അവിടെ എന്താ പറഞ്ഞാൽ സൂപ്പറായിട്ട് ലേക്ക് പോകുന്ന കൈസ്. ലിഫ്റ്റ് പാരീസിന്റെ അവിടെ ഒക്കെ ഉണ്ട്. 100 രൂപയ്ക്ക് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയ ടോപ്പാണ്. 100 അല്ല 250. ഇത്ര 100 ഇപ്പൊ വീഡിയോ ഓൺ ആയപ്പോ 250. ഇപ്പൊ വാച്ച് ടവറിലേക്ക് പോണേ കാണിച്ചു കേട്ടോ. ഇത് നമ്മുടെ ഇവിടെയാണ് നല്ല ഡാൻസും കാര്യങ്ങളൊക്കെ കളിച്ച് കണ്ടു. വാച്ച് ടവർ വേണ്ടോ പണ്ട് വീഡിയോ ഇട്ടുണ്ടേ അവിടെ വന്നിട്ട്. ശരിക്കും പറഞ്ഞാൽ ആ കാണുന്ന കാലറി മൗണ്ട് അവിടെ നോക്കി കഴിഞ്ഞാൽ കാലറി മൗണ്ട് കാണാം. പക്ഷെ ഈ കോടയായിട്ട് കാണാൻ പറ്റില്ല. ഗായ്സ് നമ്മളങ്ങനെ നടക്കാറ് കഴിക്കണം. രാവിലെ സമയം ഇപ്പം ഏകദേശം ഒരു 8:30 ആയിട്ടുണ്ടാവും. എന്നാൽ ഇവിടുത്തെ ഒരു കാലാവസ്ഥ ഉണ്ട്. ഇതാണ് കാലാവസ്ഥ. അത് നമ്മൾ രണ്ടുപേരും വെള്ളപ്രാവുകളെ പോലെ അതുകൊണ്ട് നമ്മുടെ സ്റ്റേ ചെയ്ത റിസോർട്ടിന്റെ അവസ്ഥ ഉണ്ടോ? ഏതാ ഇത് ചെറിയ കരിയാക്കണ്ട ഗൈസ്. ഞങ്ങൾ ഏതാ വഴിയുണ്ട് ആ വഴിക്കിടേക്ക് ഇറങ്ങി പോണ്ട്. കാണിച്ചു തരാം. അവിടെ ചെറിയ വീട് കാണുന്നുണ്ട്. ചെറിയ പ്രേതാലയാന്ന് തോന്നുന്നു ഗൈസ്, അറിയില്ല. ആ വീട് ഗിവ് അവേ ആയിട്ട് കൊടുത്തല്ലോ. നമുക്ക് ഇപ്പൊ ഗിവ് അവേ ആണോ ട്രെൻഡ്? അല്ലെ കുറച്ച് തേയില തേയില കുറച്ച് ഗിവ് അവേ കൊടുത്താലോ? ചായ കുടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് 1 ഏക്കറിലെ തേയിലത്തോട്ടം നമ്മള് ഗിവ് അവേ വയ്ക്കാൻ പോവാണ് ഗൈസ്. എല്ലാ വീഡിയോയിലും കുറച്ച് എസ്തെറ്റിക് ഷോട്ട്സ് ആഡ് ചെയ്യണം എൻ്റെ അടുത്ത് ആരോ പറഞ്ഞുകൊണ്ട് നമ്മള് ഒരു 8 അലുവലേക്ക് ആടിയിരിക്കുകയാണ് ഗായ്സ്. എന്തോ പറയാനെന്ന് പറഞ്ഞു. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന അവിവാഹിതയായ 25-20 പ്രായമുള്ള കുട്ടികളുണ്ടെങ്കിൽ എനിക്കുള്ള പണി സമീപിക്കുക. സൂപ്പർമാൻസിലേക്ക് ഞങ്ങൾ കല്യാണം ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട്. നല്ല സൽഗുണ സമ്പന്നനും ഇവൻ നല്ല സൽഗുണ സമ്പന്നനാ. അതുകൊണ്ട് ഞങ്ങള് നല്ല പെൺകുട്ടികൾ അങ്ങനെ പറയരുത് ദൈവമേ. ആൾക്കാരായിട്ടുള്ളൂ. ചേച്ചി എന്താണ് നല്ലതെന്ന് ഉദ്ദേശിച്ചത്? നല്ലത് മാത്രം ചിന്തിക്കുക അല്ലേ? നല്ലത് കഴിക്കുക. ദൈവം ഇതേ സ്ഥലമാണെന്തോ പുലിയൊക്കെ ഉണ്ടെന്ന് പറയണ്ടോ. നമ്മുടെ സിനിമ കാണുന്ന പോലെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇത് എത്രത്തോളം നിങ്ങൾക്ക് വീഡിയോയിൽ ക്ലിയർ ആവുമെന്ന് എനിക്ക് അറിയാൻ പാടില്ല. കാരണം നമ്മള് കുറച്ച് ഡിസ്റ്റൻസിലേക്ക് മാറി കഴിഞ്ഞാൽ ഒരു സിനിമാറ്റിക് അറ്റ്മോസ്ഫിയർ ആണ്. അതായത് വീഡിയോയുടെ ഇടയ്ക്ക് പടപടാ ഞാനപ്പോ ഇതിന്റെ ബാക്ക് കാണിച്ചു തരാം. ഇതിന്റെ അപ്പുറം കാണുന്ന കാലറി മൗണ്ട് ഞാൻ കാണിച്ചു തരാൻ ഉണ്ടോ? ഈ കാണുന്ന കാലറി മൗണ്ട്, ആ സൈഡിലാണ് കാലറി മൗണ്ട് വരുന്നത്. പക്ഷേ ഇത്രയും കോടയാണ് കാണാൻ പറ്റത്. അല്ലാണ്ട് അല്ലെങ്കിൽ നമ്മൾ ലാസ്റ്റ് ടൈം ഒക്കെ ഇവിടെ വന്നപ്പോൾ സുഖമായിട്ട് കാണാമെന്നു. ഈ സമയത്താണ് ശരിക്കും കാലറി മൗണ്ട് കയറേണ്ടത്. അപ്പോൾ ഒരു പ്രത്യേക ഒരു രസമുള്ള എക്സ്പീരിയൻസ് ആയിരിക്കും. എൻ്റെ താഴത്തേക്കൊന്നും കാണാനില്ല. ഡിഗ്രിക്ക് എന്തൊക്കെയാ പക്ഷി എന്തൊക്കെയാ പറഞ്ഞുകൊണ്ട്, പക്ഷേ കാണാനില്ല ഗൈസ്. പക്ഷി എന്നെങ്ങനെയാക്കുന്നത് സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ ഇത് കണ്ടോ? കോടയില് മൂടിയിരിക്കുന്ന ഒരു ബിൽഡിങ്. ഒരു ഹൊറർ മൂവി ഷൂട്ട് ചെയ്യുന്ന ആഗ്രഹമുള്ളവർക്ക് ഇങ്ങോട്ട് പോലെ. ഒരു ഹൊറർ ബാക്ക്ഗ്രൗണ്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ യൂട്യൂബിൽ ഇപ്പൊ കമ്മ്യൂണിറ്റി സ്ട്രൈക്ക് അടിക്കുക, അല്ലെങ്കിൽ ഇട്ട് തന്നെ. അതൊക്കെ ഏതാ പടം? ആണോ? പ്രേതപ്പടം? ആ പടം ആരെല്ലാം കണ്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ പടം ഉണ്ടോ? സോറി ഗായ്സ്, എനിക്ക് അത്രയും പ്രായമില്ല. അത്ര ഏജിലല്ല തന്നെ പടം കണ്ടില്ല ഗായ്സ്. നിങ്ങൾ ആ പടം കണ്ടിട്ടുണ്ടെന്ന് കമന്റ് ചെയ്യട്ടോ. സൂര്യൻ വന്നു തുടങ്ങിയിട്ടുണ്ട് കണ്ടോ? ഏകദേശം കാണാൻ പറ്റുള്ള വെളിച്ചം വന്നു തുടങ്ങിയിട്ടുണ്ട് ഏകദേശം. ഇപ്പൊ ഇവിടുത്തെ മഞ്ഞിന്റെ അവസ്ഥ ഞാൻ കാണിച്ചു തരാം. കണ്ടോ? ഇപ്പൊ ഏകദേശം കോട ക്ലിയർ ആയി വരുന്നുണ്ട്. അത്രയും കോടയില്ല അവിടെ. അവിടെയൊക്കെ ഒരു എഫക്റ്റിനെ പോലത്തെ ലൈറ്റ് നേരിട്ടാനായിട്ട് ഭയങ്കര രസമാണ്. സൂര്യൻ മാമൻ നിൽക്കുന്നു. അങ്ങനെ ഫൈനലി കോടയൊക്കെ മാറിക്കൊണ്ടിരിക്കണത് കണ്ടോ? ഇപ്പോൾ ക്ലിയർ ആയി തുടങ്ങി. നമ്മൾ സാധാ വെളിച്ചം വന്നു തുടങ്ങി. ആ ശരി, ദൂരത്തേക്ക് നമുക്ക് കണ്ടോ? എൻ്റെ ബാക്കിലും കാണാൻ പറ്റും കോടയൊക്കെ.
ആ ഉവ്വ. ഏതോ പശു വഴിക്ക് പോകണോ, നല്ല ചാണകത്തിന് വേണം. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇത്രയും മെലിഞ്ഞ പശുവിനെ കാണണേ. ഞാനും ചേട്ടാ ഇവിടെ ചായ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങളവിടെ ചായ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോഴേ ഒരു ചേച്ചി ഒരു 6 പശുവിനെ കൊണ്ട് പോയി. അതിൻ്റെ അസ്ഥികളും തൊട്ട് എല്ലാം കാണാം. അതിനെ കണ്ടിട്ട് സങ്കടം വരുമെന്ന്. തേയില എന്നാൽ പശു മെലിഞ്ഞു പോകുക. എന്താ ഒരു പുതിയ അറിവാണ്. തേയില ചിലപ്പോൾ തേയിലത്തോട്ടത്തിൽ നിന്ന് വളരുന്ന പശുക്കൾ മെലിയാൻ സാധ്യതയാണ്. ശരിയാ, കാരണം ഞാൻ ഇത്രയും മെലിഞ്ഞ പശുവിനെ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അത്യാവശ്യം നല്ല തടിയാപ്പി പശുവാണ്. പക്ഷേ തടിയാപ്പി എന്ന് പറഞ്ഞാൽ നല്ല സൈസുള്ള പശുവാണ്. പക്ഷേ പുള്ളിയുടെ അസ്ഥിയുടെ ഒക്കെ ഫുള്ള് നമുക്ക് കാണാം. അതിനെ കണ്ട് എനിക്ക് വിഷമം വരുമെന്നു. പാവം, എൻ്റെ തല മാത്രം വലുത്, ശരീരമൊക്കെ ചെറുത്. അതിനെ കണ്ട കറക്കാൻ തോന്നുന്നില്ല, അത്രയ്ക്ക് സങ്കടം. അതെ അതെ, ആയിക്കോട്ടെ. ഇത് നമ്മൾ ബീച്ചിലൊക്കെ കിടക്കുന്ന പോലത്തെ കസേരനെ തൂക്കി കിടന്നാലോ? നോക്കി എവിടെ? ആ കടല, നല്ല പട്ടാണിക്കടല എടുത്ത്. ഇത് എന്താന്ന് അറിയാവുന്നവർ കമന്റ് ചെയ്യൂ. ഇത് ബോബോയാന്ന് ചിലപ്പോ. പിന്നെ രുചി വ്യത്യാസം. അപ്പൊ ഇവിടെ പശു മാത്രമല്ല ഉള്ളൂ ഗായ്സ്, ആടും ഉണ്ട്. ഞാൻ മെലിഞ്ഞ പശു ഇതാ കണ്ടോ, അതിന്റെ അസ്ഥിയോടെ മരം കാണാം നമുക്ക്. കാലൊക്കെ ശോഷിക്കുന്നുണ്ട് പാവുന്നത്. ഇത്ര നല്ല തീറ്റ തന്നെ ഉണ്ട്. മറ്റേ വയറ്റില് മറ്റേ ഇതുണ്ടാവില്ലേ, കൊക്കോപ്പുഴും, അല്ലെങ്കിൽ മറ്റേ ഒരു വിരയുടെ ടാബ്ലറ്റും കൊടുത്താലോ ഗായ്സ്. ചേട്ടൻ ടാബ്ലറ്റിന്റെ പ്രിസ്ക്രിപ്ഷൻ കൊടുക്കാന്ന് പശുവിന്, അല്ലെങ്കിൽ പശുവിന്റെ ഓണറിന്. അയ്യോ കണ്ടോ, ആ കാണാൻ നമ്മളെ റിസോർട്ട് ഇപ്പൊ തെളിഞ്ഞു തുടങ്ങി ഏകദേശം. കണ്ടോ, മുട്ടക്കറി മാത്രം ഭക്ഷണം കഴിക്കുന്ന വ്യക്തിയാണ്. പുട്ടും മുട്ടക്കറി മയക്കാണ്. പുട്ട് പോയി സ്റ്റാൻഡേർഡ് ടോപ്സ് അല്ലേ? ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ്. ഇത് ഞാൻ കഴിക്കില്ല, ഞാൻ ശ്രീകുട്ടന് കൊടുക്കും. പപ്പടം വേണ്ട, കഴിച്ച് കണ്ടാ കേട്ടോ. അപ്പുറത്തെ പ്ലേറ്റിലേക്ക് തട്ടു. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണ് തിരിഞ്ഞു. പല്ല് തേച്ചിട്ടില്ല, പക്ഷെ ഞങ്ങൾക്ക് അത് പ്രശ്നമല്ല, ഹെൽത്തിയാണ് ഞങ്ങൾ. Which is your favorite Paw Patrol character? Can you sing that song? What's your name? What's your name? Still there. What's your name? What's your amma's name? CB സ്കൂളിൻ്റെ ഒപ്പമാണല്ലോ ഞാൻ വന്നത്. മൊത്തം ഇംഗ്ലീഷൊക്കെ. ഞാൻ ഇതുവരെ കേൾക്കാത്ത ഡിക്ഷണറിയുള്ള വാക്കുകളും പറഞ്ഞു. വേറെ സാധനം വന്നിരിക്കുന്നുണ്ട്. ഉറക്കത്തെ എൻ്റെ ഉള്ളു, പേടിക്കണ്ട. റൂമിന്റെ വീഡിയോ എടുക്കാൻ പറ്റില്ല, അപ്പൊ റൂമിന്റെ വീഡിയോ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ റൂം. അതേ കണ്ടോ, ഇത് ചേട്ടയുടെ ചേച്ചിയുടെ റൂം. അതേ കണ്ടോ. ഇത് എന്റെ റൂം ഞാൻ കാണിച്ചത് എന്താ അവസ്ഥ ആണ്. എന്റെ റൂം അപ്പുറത്തെ സൈഡിലാണ്. ഇതൊരു സ്യൂട്ട് റൂം ആട്ടെ ഞങ്ങളുടെ ഇതാകണേ. ഇതാണ് എന്റെ റൂം. കണ്ടോ, പിള്ളേരും ബീച്ചും കാമുക്കും നിലത്ത് നല്ല വൃത്തിയായിട്ട് റൂം കിടക്കുന്നു. ഇത് ബാൽക്കണി. സോറി, ലോക്ക് കൊടുക്കാൻ മറന്നു. കണ്ട, ഇത് വീണ്ടും കിച്ചൺ. നല്ല രസം ടി വി കാണാനായിട്ട്. ഞാൻ സിനിമയിൽ ഓരോ റീലിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ, ഇത്രയും കോളേജിലും കണ്ടിട്ടില്ല. ഒരു പ്രത്യേക പീസ് ഓഫ് മൈൻഡ് എങ്ങനെയാണ് കാണാനായിട്ട്. അതും ഡേ ടൈം. ഇപ്പൊ സമയം ഏകദേശം ഉണ്ടോ, 11 മണി, 11:04. 11 മണിക്ക്
ഇത്രയൊക്കെ ഓടാണ് ഒരു പ്രത്യേക രസമാണ്. നമ്മുടെ ഒപ്പം ഒരു ഭാര്യയോ കാമുകിയോ ഒക്കെ സ്വന്തം തന്നെ വേണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ അത്രയും ദുഃഖമാണ് ഗൈസ്. ആരെങ്കിലും ഉണ്ടെങ്കിൽ സജസ്റ്റ് ചെയ്യോ. കണ്ടോണ്ടിരിക്കാം. ഇതുവരെ വ്യൂ ഉള്ളപ്പോ മാത്രം, അല്ലാത്തപ്പോ സിംഗിൾ ബെറ്റർ. ഞാൻ പറയുന്നത് ശരിയെന്ന് കാണുന്ന പലർക്കും മനസ്സിലാവും, കല്യാണം കഴിഞ്ഞ പലർക്കും ഇത് മനസ്സിലാവും. എന്തെങ്കിലും ആക്ഷൻ കാണിക്കടാ ഈസ്തെറ്റിക് എടുക്കാൻ. നമ്മള് മറ്റേ പരസ്യം എങ്ങനെയാണോ ചില സമയത്ത് ഒന്നും ചെയ്യാണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ചെയ്യ്. അയ്യോ സെൻസേർഡ്. എസ്തെറ്റിക് ഫോട്ടോസ് എടുക്ക്. അച്ഛന്റെ പാന്റും ടീഷർട്ടും കൊണ്ടുവരുന്നത് എസ്തെറ്റിക് രണ്ട് ഫോട്ടോ ആയിരുന്നു. ഇവ അങ്ങനെയല്ലേ, ബാഗി പാന്റ് ബാഗി ജീൻസ് അച്ഛന്റെ ട്രെൻഡാ. ആ അതിനാണ് ഈ അച്ഛന്റെ പാറ്റെന്ന് പറഞ്ഞല്ലേ, മോംസ് പാന്റ്. ഞാൻ രാവിലെ തന്നെ ശ്രീനെ പൊക്കിക്കൊണ്ട്, രാവിലെ ഒന്നും അല്ല കേട്ടോ 11 മണി. ഇവിടെ ഇപ്പോഴും നേരം വെളുതായിട്ട് നമുക്ക് തോന്നുന്നു ഒരു പ്രത്യേക രസം കേട്ടോ. എന്നെ പോലെ മടിയന്മാരായിട്ടുള്ളവരൊക്കെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല രസം ഇങ്ങനെ അടിപൊളി. എന്നിട്ട് ഇവനെ കൊണ്ട് നമ്മള് താറിന്റെ കുറച്ച് ഫോട്ടോസ് എടുക്കാനായിട്ട് ഞങ്ങൾ പോവുകയാണ്. ഇവനെ കൊണ്ട് വല്ല ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും മലയുടെ മുകളിലോ ചെരുവിലോ പുള്ളി എങ്ങനെയെങ്കിലൊക്കെ വണ്ടി കയറ്റിയിട്ട് എനിക്ക് അടിപൊളിയായിട്ട് ഫോട്ടോ എടുത്തു തരും. ചേട്ടായി ആണെങ്കിൽ അയ്യോ വണ്ടി സൂക്ഷിച്ച്, വണ്ടിയുടെ ടയറ് വണ്ടിയുടെ അടിതായിട്ടെന്ന് പറഞ്ഞ് പേടിച്ച്. വണ്ടി എങ്ങനെ തേയിലത്തോട്ടത്തിന് ഇടയ്ക്ക് കൊണ്ടിട്ടുണ്ട് കണ്ടോ, ചൊമ്പായിട്ട് ഭയങ്കര എടുത്ത് കാണിക്കുക. ഇവിടെ ഉള്ള പിങ്കൂട്ടിരിക്കണ്ട് കണ്ടോ. ഇപ്പോഴും സമയം എത്ര ചേച്ചി? ഇപ്പൊ സമയം എത്ര? 11 കാലം. എന്നാലും എന്തേ കണ്ടോ ആ ഒരു മിസ്റ്റ് കണ്ടോ, ഭയങ്കര രസം കേട്ടോ. കയറി പോണ വഴി ഞാൻ കാണിച്ചു തരാം. ഈ ഗ്ലാസ് ഒന്ന് ആത്താമോ ഗൈസ്? ഇപ്പുറ സൈഡ് കണ്ടോ, ഇതാണ് നമ്മൾ കയറി പോണ വഴി. കണ്ടോ ഈ ഭാഷ അറിയാവുന്ന ഡീകോഡ് ചെയ്ത് തരാം.